ലൂസിഫറിന് ശേഷം എമ്പുരാനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ഈ ചിത്രത്തിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ മുരളി ഗോപിയെ തന്നെയാണ്. കാരണം ഇത്രയും മികച്ചൊരു സ്ക്രിപ്റ്റ് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ ജോണറിൽ ലൂസിഫറിന്റെ സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ വായിച്ചു കഴിഞ്ഞു പ്രേക്ഷകർ. വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം, മുരളി ഗോപി ഇതുവരെ എഴുതിയ സ്ക്രിപ്റ്റ് ഒക്കെ ഇതുപോലെ കിടുവായിരിക്കാം, പക്ഷേ കണ്ടന്റ് മനസ്സിലാക്കാൻ പറ്റിയ ഡയറക്ടർ ഇല്ലായിരുന്നു എന്നതാണ്. പൃഥ്വി വന്നപ്പോൾ കറക്റ്റ് വിഷനുള്ള ആളെ കിട്ടി, അതിന്റെ റിസൾട്ട് കൂടി നമുക്ക് കിട്ടി. എമ്പുരാന്റെ മെയിൻ ടാസ്ക് ഇതിന് മുകളിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകുക എന്നതാണ്. ഉണ്ടാകുക എന്ന് തന്നെയാണ് പ്രതീക്ഷ കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് എമ്പുരാന്റേതായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അഭിനയിച്ച താരങ്ങൾ കൂടി അതിന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെയും പ്രതീക്ഷ വാനോളമാണ്. ലൂസിഫറിൽ സ്റ്റീഫന്റെ എൻട്രി വരെയുള്ള സ്ക്രിപ്റ്റ് ഒക്കെ എന്ത് ഫീലായിരുന്നു. അതേപോലെ ഫീൽ തരുന്ന പല സാധനങ്ങളും എമ്പുരാനിൽ പ്രതീക്ഷിക്കുകയാണ് പ്രേക്ഷകർ. അതുവരെ ഓരോ ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയൊക്കെ ഗംഭീര പൊളിയായിരുന്നു. തുടക്കം തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ചിത്രം കൊണ്ടുപോയത്. എമ്പുരാനിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ആ തുടക്കം എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ. ലൂസിഫറിൽ നമ്മൾ എല്ലാ ക്യാരക്ടറിനെയും പരിചയപ്പെട്ടപ്പോഴും എമ്പുരാനിലെത്തുമ്പോഴും പുതിയ പുതിയ ക്യാരക്ടറുകൾ ഓരോ ആൾക്കാരുമുണ്ട്. അവരെയൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന വിധം ഒക്കെ നമ്മൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കബൂഗയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച് ഒരു സർപ്രൈസും തരികയുണ്ടായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. സർപ്രൈസിനൊപ്പം പ്രേക്ഷകർ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ്. മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതും. പതിവ് തെറ്റിക്കാതെ സിനിമയുടെ പുതിയ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയുണ്ടായി. ഹെലികോപ്റ്ററിൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഔട്ട്ഫിറ്റിൽ ഖുറേഷി അബ്രാമിന്റെ ഗെറ്റപ്പിൽ ഇരിക്കുന്ന മോഹൻലാലിന്റെ ചിത്രമാണ് വൈറലായി മാറിയത്. ഈ പോസ്റ്റർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്നും ഖുറേഷി അബ്രാമിലേക്ക് മാറുമ്പോൾ കഥാപാത്രത്തിന് പൃഥ്വിരാജ് നൽകിയിരിക്കുന്ന വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാട്ടുകയാണ് സോഷ്യൽ മീഡിയ. ലൂസിഫർ എന്ന സിനിമയുടെ ആദ്യ പോസ്റ്ററുകളിൽ ഒന്നിൽ മോഹൻലാൽ അവതരിപ്പിച്ചിരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു ജീപ്പിൽ ഇരിക്കുന്നതായി കാണാം. ആ പോസ്റ്ററിൽ വെള്ള വസ്ത്രം ധരിച്ച് സ്റ്റീഫൻ ജീപ്പിൽ ഇരിക്കുമ്പോൾ എമ്പുരാന്റെ പുതിയ പോസ്റ്ററിൽ കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളിൽ ഹെലികോപ്റ്ററിലാണ് ഖുറേഷി ഇരിക്കുന്നത്. ഇതിനു പുറമെ എമ്പുരാന്റെ ടീസറിൽ K999 നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനം കാണിക്കുന്നുമുണ്ട്. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ആകട്ടെ KLT666 എന്നാണ്. അങ്ങനെ നിരവധി ബ്രില്യൻസുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സ്റ്റീഫന്റെയും ഖുറേഷിയുടെയും വ്യത്യാസങ്ങൾ അത് വലിയ വ്യത്യാസങ്ങളാണ്. അത് നമ്പർ പ്ലേറ്റുകളിൽ പോലും ഉണ്ട് എന്നതാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങൾ പ്രേക്ഷകർ കണ്ടുപിടിക്കുമ്പോൾ അത് വളരെ കൗതുകം ജനിപ്പിക്കുന്നു. മലയാള സിനിമയിൽ വമ്പൻ സിനിമകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബജറ്റിലും ക്യാൻവാസിലും വലിയ വലിയ സിനിമകൾ സംഭവിക്കുകയാണ്. അതിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആടുജീവിതം എന്ന പൃഥ്വിരാജ് സിനിമയായിരുന്നു. 16 വർഷം ബ്ലസ്സിയും പൃഥ്വിരാജും ടീമും നടത്തിയ സങ്കീർണമായ ഫിലിം മേക്കിംഗ് യാത്രയുടെ പര്യവസാനമായിരുന്നു ആടുജീവിതം എന്ന സിനിമ. ബെന്യാമിന്റെ പ്രശസ്തമായ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ഈ ചിത്രം. 82 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം 150 കോടിയോളം കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ആടുജീവിതം സാമ്പത്തികമായി ലാഭം തന്നില്ല എന്ന് പറയുകയാണ് സംവിധായകൻ ബ്ലസ്സിയുടെ ഈ വാക്കുകൾ പ്രേക്ഷകർ ഞെട്ടലോടെയാണ് കേട്ടത്. ഇത്രയും കളക്ഷൻ ഉണ്ടാക്കിയിട്ടും ലാഭമില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു പേടിപ്പെടുത്തലുണ്ടാകുന്നു. കാരണം മലയാളത്തിൽ വലിയ വലിയ ബജറ്റിലുള്ള സിനിമകളാണ് സംഭവിക്കുന്നത്. ഇതെങ്ങനെ ലാഭമാകും എന്നതാണ് പല പ്രേക്ഷകരും ചർച്ച ചെയ്യുന്നതും. ആടുജീവിതം ലാഭകരമെന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ചിത്രം എത്തിയിട്ടില്ല. എന്നാൽ ഒരു ഭീമാകാരമായ ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റിന് ഉണ്ടായിരുന്നു എന്നുമാണ് ബ്ലസ്സി പറയുന്നത്. ബ്രേക്ക് ഈവനായെന്ന് പറയാൻ കഴിയുമെങ്കിലും പ്രതീക്ഷിച്ച ലാഭം ആടുജീവിതത്തിന് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്നും ബ്ലസ്സി കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. ആടുജീവിതം എന്ന സിനിമ സാമ്പത്തിക ലാഭം തന്ന ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ ഭീമമായ ബജറ്റായിരുന്നു ഈ സിനിമയുടേത്. അത് കവർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും കിട്ടിയില്ലെന്ന് വേണം പറയാൻ. ഇപ്പോൾ കിട്ടിയ കളക്ഷൻ നോക്കുമ്പോൾ ആടുജീവിതം സാമ്പത്തിക ലാഭം തന്നെയെന്ന് പലർക്കും തോന്നും. പക്ഷേ അത് കഷ്ടിച്ച് ബ്രേക്ക് ഈവൻ ആയതേ ഉള്ളൂ എന്നാണ് ബ്ലസ്സി പറയുന്നത്. ഈ ഒരു ചിത്രത്തിന് ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടും വലിയൊരു ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ എമ്പുരാന്റെ ബജറ്റും ആ ചിത്രത്തിന്റെ വലിയ ക്യാൻവാസും അതിന് വരാൻ പോകുന്ന റിസൾട്ടും ഒക്കെ നോക്കിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ആ ചിത്രം ലാഭമാകും എന്നത്.